പൂന്തോട്ടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കാം എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രോ ബാഗിൻ്റെ അകത്ത് ആവശ്യമായ എന്തൊക്കെ നിറച്ചാലാണ് ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ട് നമ്മൾ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി എടുക്കുക, വിളവെടുക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബീട്രൂട്ടും ക്യാരറ്റുമാണ്. ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇതൊക്കെ നല്ല കിഡിലനായി വളർന്നിട്ട് ഇതിൻ്റെ വിളവെടുപ്പും കൂടെ ഞാനൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഗ്രോ ബാഗ് എത്രത്തോളം സക്സസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കിഡിലൻ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അങ്ങനത്തെ നമ്മൾ കുറച്ച് തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പാവലും പടവലവും പയറും വെണ്ടയും തക്കാളിയൊക്കെ ആയിട്ട് കുറച്ച് തൈകൾ നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളിലെ കുറച്ച് തൈകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഗ്രോ ബാഗിലേക്ക് വെക്കുന്നതായിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള ഒരു മിക്സ് നമുക്ക് ഫസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ അസംസ്കൃത വസ്തുക്കൾ ചേർത്താണ് നമ്മൾ മൊത്തത്തിലൊരു ഗ്രോ ബാഗ് നിറയ്ക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 കൊട്ട മണ്ണിന് 1 കൊട്ട ചകിരിച്ചോറ് 1 കൊട്ട ചാണകം എന്നുള്ള രീതിയിലാണ്. ഇത് ഏകദേശം മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും 10 ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിശ്രിതം നമുക്ക് തയ്യാറായി കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ 2 ചിരട്ട നിറച്ച് കുമ്മായവും നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 കൊട്ട മണ്ണിൻ്റെ മുകളിലേക്ക് നമ്മൾ 2 ചിരട്ട നിറച്ച് കുമ്മായം ആഡ് ചെയ്യുവാണ്. മണ്ണിൻ്റെ pH ഉയർത്തുന്നതിനും മണ്ണിൻ്റെ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ പ്ലാന്റ്സിന് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ഈ കുമ്മായം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ 1 കൊട്ട ചാണകം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ വിതർന്നു. ചാണകം ഇതുപോലെ തന്നെ സോയിൽ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലാന്റ്സിന് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ചാണകത്തിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഒരു ഹാംഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള പാതോജൻസിനെയും പെസ്റ്റിനെയൊക്കെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുള്ളാണ്. എല്ലാ പോർഷനിലും നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ചകിരിച്ചോറ് ഇതുപോലെ തന്നെ 1 കൊട്ട ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കട്ടയായിട്ടോ അല്ലെങ്കിൽ ലൂസായിട്ടോ ഒക്കെ നമുക്ക് കടയിൽ ഈ ചകിരിച്ചോറ് അവൈലബിൾ ആണ്, നഴ്സറിയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കുതിർത്ത് 1 കൊട്ട ആക്കിയിട്ടാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. ചകിരിച്ചോറ് മണ്ണിൽ വായുവിൻ്റെ സഞ്ചാരം കൂട്ടാനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും റിട്ടൈൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിശ്രിതം നമുക്ക് ഓരോ ഗ്രോ ബാഗിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യവും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു ഗ്രോ ബാഗിന് ആവശ്യമായുള്ള മണ്ണിൻ്റെ പകുതിയോളം നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1 പിടി കരിയില, ഉണങ്ങിയ ഇല നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇത് മണ്ണിൻ്റെ സ്ട്രക്ചർ നിലനിർത്താനും അതുപോലെ തന്നെ ഉയർന്ന താപനിലയിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് റിട്ടൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ്. പിന്നെ മണ്ണിലൊക്കെ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസിനെ പോഷിപ്പിക്കാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇത് റൂട്ട്സിനൊക്കെ ഒരു ഇൻസുലേഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ ഉണങ്ങിയ ഇല ഇടുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് ബാക്കി മിശ്രിതവും കൂടെ അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് ഒരു ഗ്രോ ബാഗിൽ 1/4 ഭാഗത്തോളം നമ്മളിത് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ ഗ്രോ ബാഗിലേക്ക് വിത്തുകളും കൂടെ അല്ലെങ്കിൽ തൈകളും കൂടെ ആഡ് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ അനുസരിച്ചുള്ള അളവിൽ മിശ്രിതം തയ്യാറാക്കുകയാണെങ്കിൽ ഏകദേശം 10 ഗ്രോ ബാഗോളം ഫില്ല് ചെയ്യാനുള്ള മിശ്രിതം നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ഇങ്ങനെയായിരിക്കും തൈകൾ കിട്ടുന്നത്. അതിങ്ങനെ പയ്യെ പൊക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ വേരുകളൊക്കെ ചുരുണ്ട് കൂടി ഇങ്ങനെയുള്ളൊരു പരുവത്തിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് ഗ്രോ ബാഗിലേക്കൊന്ന് ചെറിയതായിട്ട് ഇങ്ങനെ ഒരു കുഴിയെടുത്ത് ഒരു വിരൽ കൊണ്ടൊരു കുഴിയെടുത്ത് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുക പയ്യെ. ഇനിയും ഈ വേരുകൾ ചുരുണ്ടിരിക്കുന്ന വേരുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഇതിലേക്ക് വ്യാപിക്കേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഇത് ഗ്രോ ബാഗിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇങ്ങനെ അമക്കി പ്രസ് ചെയ്ത് വെക്കാൻ പാടില്ല. വളരെ ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് അത് മറിഞ്ഞു പോകാത്ത പരുവത്തിനൊന്ന് ചെറിയ രീതിയിൽ മാത്രം മണ്ണ് തട്ടി ഇങ്ങനെയിട്ട് ചെറിയൊരു ഇത് മാത്രമേ കൊടുക്കാവുള്ളൂ. ഒരുപാട് മുറുക്കി പ്രസ് ചെയ്ത് ഒരിക്കലും വെക്കരുത്. അങ്ങനെ നമ്മൾ തൈകളെല്ലാം ഗ്രോ ബാഗിലും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ചാക്കിലും സഞ്ചിയിലും ഒക്കെ ആയിട്ട് നമ്മളിത് വെച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഈ തൈകൾക്ക് ഒരു സ്പെഷ്യൽ ഗാർഡനെ കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു കുട്ടി ഗാർഡും കൂടെ നമ്മുടെ ഈ തൈകൾക്ക് സംരക്ഷണത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിഡിലൻ ടിപ്സും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുവരേക്കും സൈനിങ് ഓഫ് അനുമോൾ.